ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിയക് ടേൽസ്. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗൊന്നും എടുക്കാൻ പ്ലാനില്ലായിരുന്നു, പക്ഷേ ഞാൻ ഓർത്തു എടുക്കാം. കാരണം ഞാൻ ഇവിടെ UK വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അബീനെ വിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെ നിൽക്കാൻ പോകുന്നത്. എനിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്, എന്നാലും ഐ എം ഗോയിങ് ഫോർ മൈ ഫസ്റ്റ് ബിസിനസ് ട്രിപ്പ്. ഞാൻ പോകുന്നത് ബ്രാഡ്ഫോർഡിലേക്കാണ്. ആൻഡ് എൻ്റെ ട്രെയിൻ 6:15 ഞാനിപ്പോൾ ഈ വ്ളോഗിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഓടിയാൽ മാത്രമേ എനിക്ക് ആ ട്രെയിൻ സമാധാനത്തോടെ പോയി കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷം ഞാൻ വോയിസ് ഓവർ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഒരു യാത്ര പോവുകയാണ്. അതെങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്ററിലുള്ള ലീഡ്സിനടുത്തായിട്ടുള്ള ബ്രാഡ്ഫോർഡ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്കാണ്. അപ്പോൾ അബി എന്നെ കൊണ്ടാക്കാനൊക്കെ എണീറ്റ് പാവം വന്നു. രാവിലെ തന്നെ ഞാൻ തിരിച്ചതാണ്. ഞാൻ നേരെ കോവൻട്രിയിൽ നിന്ന് നേരെ ബർമിംഗ്ഹാമിലേക്ക് പോയി. ആൻഡ് ബർമിംഗ്ഹാം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു പേടി സ്വപ്നമായിരുന്നു. അതായത് എനിക്ക് അവിടെ കുറച്ച് ടൈം 15 മിനിറ്റ്സ് എന്തോ ട്രാൻസിറ്റ് ഉള്ളൂ. പക്ഷേ ട്രെയിൻ കുറച്ച് ഡിലേ ആയത് കാരണം എനിക്ക് ആ 15 മിനിറ്റ്സ് എന്നുള്ളത് പിന്നെയും കുറഞ്ഞു. ആൻഡ് ഞാൻ ഫൈനലി എങ്ങനെയൊക്കെയോ പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിച്ച് അവിടെ വന്നപ്പോൾ ട്രെയിൻ നമുക്ക് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാൻ എഡിൻബറയിലേക്കുള്ള ക്രോസ് കൺട്രി ട്രെയിനിലാണ് കയറുന്നത്. ആൻഡ് ഇതിൽ ഞാൻ പോയി ലീഡ്സിൽ ഇറങ്ങും, അതായിരുന്നു പ്ലാൻ. സോ ഒരു 4 hours അടുത്ത് ജേർണി ഉണ്ട്. ആൻഡ് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു, കാരണം ഇതാണ് ലീഡ്സ് ഞാൻ കണ്ടപ്പോൾ പേടിച്ചു. കാരണം ബർമിംഗ്ഹാമിനേക്കാളിലും കോംപ്ലക്സ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ട്രാവൽ ചെയ്യുന്നതും കൂടെ കൊണ്ട് കുറച്ച് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഐ സംഹൗ ഫിഗേർഡ് ഔട്ട്. എന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്, എൻ്റെ ബ്രാഡ്ഫോർഡിലേക്കുള്ള അടുത്ത ട്രെയിൻ ക്യാൻസൽ ആയിരിക്കുകയാണ്. പിന്നെ ഞാൻ അവിടുന്ന് വേറെ ഏതൊക്കെയോ ട്രെയിനിലൊക്കെ കയറി ഒരു 10 മണിയൊക്കെ ആയി ഞാൻ അവിടെ എത്താനായിട്ട്. അപ്പോൾ ഞാൻ സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ബ്രാഡ്ഫോർഡ് ഇൻ്റർചേഞ്ചിലെത്തി. ഫൈനലി നല്ല എക്സോസ്റ്റഡ് ആയി. രാവിലെ 5:45 തിരിച്ച യാത്രയാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ ഓഫീസൊക്കെ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അതിനുശേഷം വർക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ഇന്നിവിടെ സ്റ്റേ ആണ്. അപ്പോൾ ഞാൻ ലിയനാർഡോ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇത് സിറ്റി സെൻറ്ററിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് UK വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. അബീനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇവിടെയാണ് ഇന്നൊരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് എനിക്കിങ്ങനെ വീടിൻ്റെ അകത്തല്ല, ഹോട്ടലിൻ്റെ അകത്ത് വെറുതെ ഇരുന്ന് സമയം കളയണ്ടെന്ന് തോന്നി. കാരണം ഞാൻ അവിടെ വന്നപ്പോൾ ഒരു 6 മണിയൊക്കെ ആയുള്ളൂ. ആൻഡ് സിറ്റി സെൻറ്റർ തൊട്ട് അടുത്ത് തന്നെയാണ്. അപ്പം ഞാൻ ഓർത്തു വെളിയിലൊക്കെ പോവാം. എനിക്ക് പറഞ്ഞാൽ ഈ ഹോട്ടൽ വന്നിട്ട് കൃത്യം സിറ്റി സെൻറ്ററിൽ തന്നെ. അപ്പോൾ എനിക്ക് അധികം ഇങ്ങനെ നടക്കാവുന്നില്ല. എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാനിങ്ങനെ ഇതിൻ്റെ അകത്ത് ചുമ്മാ ഇരിക്കത്തില്ല. അപ്പോൾ ഞാൻ വെളിയിലേക്ക് പോകുമ്പം കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ വ്ളോഗിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്നും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം പോലെ ഉണ്ട്. നമ്മളിങ്ങനെ അത്രയും ഡ്രീം ചെയ്ത നല്ലൊരു പൊസിഷനൊക്കെ അത്രയും ഇങ്ങനെ ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദെയർ എന്ന് പറയുന്നത് സത്യമാണ്. കീപ്പ് ഓൺ ഹാർഡ് വർക്കിംഗ്, കീപ്പ് ഓൺ ഡൂയിങ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിന് റിസൾട്ട് ഉണ്ടാവും. ആൻഡ് ഐ വോണ്ട് ടു റിമെമ്പർ മൈ ഫസ്റ്റ് കൈൻഡ് ഓഫ് ട്രാവൽ ലൈക്ക് ദിസ്. അതും ആദ്യമായിട്ട് ഞാൻ UK പോകുന്നത്. സോ ദർ ആർ സർട്ടൻ തിങ്സ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ട്രിപ്പ്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ഞാനൊരു ബിസിനസ് ട്രിപ്പിൽ പോവാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇവിടെ UK വന്നിട്ടൊരു ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് എ ബിഗ് ഡീൽ ഫോർ മീ. തേർഡ് തിങ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് അബി ഇല്ലാണ്ട് ഞാൻ ആദ്യമായിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ് UKയിൽ. എനിക്കതൊരു പ്രശ്നമാണ്. എനിക്ക് ഉറക്കം വരത്തില്ല അവനടുത്തില്ലെങ്കിൽ. അത് യു മൈ തിങ്ക് ഐ എം ബീങ് ക്ലിങ്ങി. പക്ഷേ കുറച്ച് നാൾ നമ്മൾ യൂസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും ഇറ്റ് വുഡ് ബി ഹാർഡ് ഫോർ അസ്. ഇങ്ങനെ ഒറ്റയ്ക്ക് ആ ഒരു ലോൺലിനെസ് ഒക്കെ ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ വെളിയിലോട്ടൊക്കെ പോട്ടെ. പിന്നെ കുറച്ച് നേരം എനിക്കൊന്ന് റിലാക്സ് ആണ്. നല്ല ഹെക്റ്റിക് ട്രാവലായിരുന്നു. സോ ഐ ഹാവ് ടു ടേക്ക് സം റെസ്റ്റ് നൗ. അപ്പോൾ കാണാം ഗൈസ്. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ ഫോണിൻ്റെ ചാർജർ എടുത്തിട്ടില്ല. പിന്നെ ഞാനൊരു അഡാപ്റ്ററൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ലാപ്പിൽ നിന്ന്
ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഞാൻ നേരെ പോയത് സിറ്റി സെൻറ്ററിലേക്കാണ്. അപ്പോൾ ഈ സിറ്റി പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമാണത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ സൂം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ലൈറ്റ്സൊക്കെ ആയിട്ട്. ഇതാണ് സിറ്റി പാർക്ക്. ഇപ്പോൾ സിറ്റി പാർക്ക് എന്ന് പറയുന്ന ഒരു എല്ലാ സിറ്റിയിലും ഒരു സിറ്റി സെൻറ്റർ പോലെ ഉണ്ടാവുമല്ലോ. അപ്പം എനിക്ക് 2 മിനിറ്റ്സ് ഒക്കെ ഉള്ളായിരുന്നു എനിക്ക് നടന്നു പോകാനായിട്ട്. അപ്പോൾ ഇനി ക്രിസ്മസും കൂടെ ആയതുകൊണ്ട് അവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കളർഫുള്ളൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ആൻഡ് ഈ സിറ്റി പാർക്കിൻ്റെ വലിയൊരു അട്രാക്ഷനാണ് ഈ മിറർ പൂൾ എന്ന് പറയുന്നത്. ആൻഡ് ഫൗണ്ടൈൻസ് ഒക്കെ നിങ്ങൾ കാണുന്ന പോലെ അത് ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. നമുക്കിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാം. ഇവിടെ വന്നിങ്ങനെ കുറച്ച് നേരം ഇരിക്കാം. അവിടെ കുറേ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലതാണ്. ആൻഡ് ഇവിടെ ആണ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് തോന്നുന്ന പോലെ തന്നെ മെയിൻ ഇവൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ക്വയറാണിത്. 2025 തൊട്ട് ബ്രാഡ്ഫോർഡാണ് UK സിറ്റി ഓഫ് കൾച്ചറായിട്ട് ഇനി കൾച്ചറൽ ഹബ്ബായിട്ട് അറിയപ്പെടാൻ പോകുന്നത്. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് എനിക്കിങ്ങനെ ഭയങ്കര അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുവാണ്. പക്ഷേ ഞാൻ എൻ്റെ കമ്പനി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ 1 വർഷമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ എല്ലാ പ്ലാൻസിലും ഉണ്ടായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ആയപ്പോൾ ചെറിയ മിസ്സിങ് ഒക്കെ ഉണ്ട്. പക്ഷെ അധികം സ്ഥലമൊന്നും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞ പോലെ അവർ ഹബ്ബാക്കാനുള്ള പരിപാടി നടക്കുന്നതുകൊണ്ട് മിക്ക സെൻറ്റേഴ്സും ക്ലോസ്ഡും റിനോവേറ്റിങ്ങും ഒക്കെ ആയിരുന്നു. കുറച്ച് കൊള്ളായിരുന്നു. ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഫുൾ എവിടെ നോക്കിയാലും ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഒത്തിരി ദൂരം നടക്കണമെന്നൊന്നുമില്ല, കാരണം മഴ ആയതുകൊണ്ട് കുറച്ച് നേരം അളിഞ്ഞ ക്ലൈമറ്റാണ്. എനിക്ക് ഷൂസിൻ്റെ അകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ മൂടും. അങ്ങനെ കുറച്ച് നേരം ഞാൻ സിറ്റി സെൻറ്ററിൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ നല്ല ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ നമുക്ക് നല്ല പാകിസ്ഥാനി ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടും. മൈ ലാഹോർ എന്ന് പറഞ്ഞിട്ടൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് അഭി പറഞ്ഞു അവിടെ ഭയങ്കര റേറ്റിംഗ് ആണ്, നമുക്ക് അവിടെ പോയി കഴിക്കാം. ഞാൻ ഓർഡർ ചെയ്തത് കറാഹി എന്ന് പറഞ്ഞിട്ട് അവരൊരു ഡിഷായിരുന്നു. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പെപ്പർ റൈസ്, ഒരു ഫ്രൈഡ് റൈസ് പോലെ അതും പറഞ്ഞു. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റിയ നമ്മൾ ഭയങ്കര സെറ്റാണെന്നൊക്കെ. ഇതാ ഫുഡ് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിത് നാട്ടിലും ചെയ്തിട്ടുണ്ട്. അതിന് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് ഞാൻ ഹോട്ടലിലേക്ക് വന്നു. ഞാനപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഫുൾ തണുപ്പം മൊത്തം മൂടിക്കെട്ടി ഇറങ്ങിയിരിക്കുമായിരുന്നു. എനിക്ക് ഉറക്കം വന്നിട്ട് എനിക്ക് കണ്ണൊക്കെ ചുമന്ന് വരുന്നത്. ഞാൻ ഇത്ര നേരം അഭിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓർത്ത് നോക്കി അവന് എങ്ങനെയൊന്നും ഇല്ലായിരിക്കും, ഞാനിങ്ങനെ പോയി അവന് സന്തോഷമായി കാണും, ടി വിയും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുമായിരിക്കുമെന്ന്. പക്ഷെ അപ്പം അവനിങ്ങനെ കുറച്ച് നേരം കൂടെ പോവാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നെ പിടിച്ച് നിർത്തുക. എൻ്റെ ഇപ്പം സമയം 10 മണിയായി. അപ്പം എനിക്ക് ഉറക്കം വരുമായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പോയി കിടന്നുറങ്ങാം, കാരണം എനിക്ക് നാളെ രാവിലെ എണീക്കണം. അപ്പം ഗുഡ് നൈറ്റ്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോട്, അച്ഛനോട്, അബീൻ്റെ അമ്മയോട്, അബിയോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ നാളെ രാവിലെ വിളിക്കുക. കാരണം കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാൻ രാവിലെ എണീറ്റില്ല, ഞാൻ ഉറങ്ങിപ്പോയി. അത് പിന്നെ എനിക്കിങ്ങനെ പേടിയാണ്. ഞാൻ ഇന്നലെ ഇപ്പോൾ ട്രാവലൊക്കെ ആണ്, നല്ല ടയർഡുമാണ്, ഉറക്കമൊന്നും ശരിയായില്ല. അപ്പം ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയാലോ, കാരണം ഞാൻ ഇങ്ങനെ എല്ലായിടത്തും 4 സൈഡിലും തലവണയൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുക. എനിക്ക് രാവിലെ 7 മണിയായി. ഒരു വ്യത്യാസവും ഇല്ലല്ലോ. ഞാൻ എത്തിരാ കർട്ടനൊക്കെ തുറന്നു. അപ്പം ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് എല്ലാം ഇട്ടു. ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഒന്നും എടുത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു വൈറ്റമിൻ C സെറം, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സൺസ്ക്രീനാണ് ഗൈസ്. നിങ്ങളാരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഡോട്ട് ആൻഡ് കീൻ്റെ സൺസ്ക്രീൻ. വേറെ പല ഫ്ലേവറാണോ എനിക്കത്, പല ടൈപ്പ് ഉണ്ട്. ഇതിൻ്റെ വാട്ടർമെലൻ്റെ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു കൂളിംഗ് സൺസ്ക്രീനാണ്. സെറാവിൻ്റെ ഒരു സൺസ്ക്രീനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിലത് ഇവിടെ എത്രത്തോളം ഇതാവണമെന്നില്ലല്ലോ. അപ്പോൾ അതും ഒരു ശരി കണ്ട സ്ഥിതിക്കൊന്നും ഇട്ടേക്കാം. ഇതാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക വിൻ്ററിന്. നമുക്കൊരു ഇങ്ങനെ ഒരു
എന്താ പറയുക, ഒരു ലിപ് ബാം ഇട്ട പോലത്തെ ഒരു ഇത് കിട്ടുക. എന്താ ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് ഇത്. ഞാൻ തായ്ലൻഡിൽ നിന്ന് മേടിച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീർന്നു പോലെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇതും പിന്നെ ഇങ്ങനത്തെ ക്യാപ്സ്യൂൾ ടൈപ്പ് ലിപ്സ്റ്റിക്, ഇതെൻ്റെ ഫേവറേറ്റ് ഗോ ടു ഷെയ്ഡ്. അങ്ങനെ മുടിയുടെ കാര്യവും കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി വാച്ച്. ഇതെനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ, നിങ്ങൾക്ക് കാണാം, ഭയങ്കര ഒരു രസമുള്ളൊരു വാച്ചാണ് ഇത്. വെരി പ്രിറ്റി ഒരു വാച്ച്. ഫുള്ള് കല്ലൊക്കെ വന്നിട്ട് ഫുൾ സ്റ്റോൺസ് ആണ് ഇവിടെ എല്ലാം. അപ്പം ഇതെനിക്ക് എൻ്റെ കുരുമ വാങ്ങി തന്നതാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്, ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഈ റൂമിനോട് ബൈ പറയട്ടെ. ഇവിടുന്ന് എനിക്കിനി ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങളെ കുറച്ച് കാഴ്ചകൾ കാണിക്കാം. ഞാൻ ഓഫീസിൽ കയറിയിട്ടൊന്നും എടുക്കുന്നില്ല. അങ്ങനെ ഞാൻ എല്ലാം വാരിക്കെട്ടി അവിടെ നിന്ന് ഇറങ്ങി ചെക്കൗട്ട് ചെയ്തു. നേരെ ഓഫീസിലേക്ക് പോയി. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട സിറ്റി പാർക്ക്, മിറർ പൂളൊക്കെ ഉള്ള ആ ഒരു സിറ്റി സെൻറ്റർ. അപ്പോൾ അതുവഴിയാണ് ഞാൻ നടന്നത്. എനിക്കൊരു ഒരു 10 മിനിറ്റ്സ് അടുത്ത് നടത്തമേ ഉള്ളായിരുന്നു. മോർണിംഗ് ആയപ്പോൾ അതിന് വേറൊരു ഭംഗിയുണ്ട്. ഇപ്പോഴും സ്റ്റിൽ ആ ഫൗണ്ടെയിനൊക്കെ ഉണ്ട്. ഞാൻ എന്താ ഓഫീസിലേക്ക് എത്തി. ഇത് ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്തത്. അതായിരുന്നു എൻ്റെ ഓഫീസ്. പിന്നെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. കാരണം 3:30 എൻ്റെ ട്രെയിൻ. അപ്പം ഞാൻ ഒരു 3-3:15 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര ഇങ്ങോട്ട് വന്ന പോലെ ദുരന്തമാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി ഗൈസ്. സോ ഇവിടെ എൻ്റെ കമ്പനിയിലേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നീട് അറിഞ്ഞു. എൻ്റെ കാർഡ് ടാപ്പ് ചെയ്താൽ എനിക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങാം. ഇറ്റ് വാസ് റിയലി ഗുഡ്. തണുപ്പാണ് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ബ്രാഡ്ഫോർഡ് ഇൻ്റർചേഞ്ചിൽ നിന്ന് ലീഡ്സിലേക്ക് പോവാണ്. നമ്മളിങ്ങോട്ട് വന്ന പോലെ. പിന്നെ ഹോപ്പ്ഫുള്ളി നല്ലൊരു യാത്ര ആയിരിക്കും. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരിടത്ത് 19 മിനിറ്റ് ഉണ്ട് ചേഞ്ചിന്. ക്യാൻസൽ ആവാതിരുന്നാൽ മതി ട്രെയിൻ. മറ്റിടത്ത് ബർമിംഗ്ഹാമിൽ 15 മിനിറ്റ്. ബർമിംഗ്ഹാമാണ് എൻ്റെ പേടി സ്വപ്നം. ബ്രാഡ്ഫോർഡ് ഇൻ്റർചേഞ്ച്, ആ പേര് പറയുന്ന പോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ട്രെയിൻസ് ഇവിടെ വന്നിട്ട് ഇൻ്റർചേഞ്ച് ചെയ്ത് ഡിഫറെൻറ്റ് റൂട്ട്സ് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് നേരെ ലീഡ്സിലേക്കുള്ള ട്രെയിൻ വെയിറ്റ് ചെയ്യാൻ ട്രെയിൻ വന്നു. അങ്ങനെ ഞാൻ ലീഡ്സിലേക്ക് ചെന്ന് ഇറങ്ങി. അപ്പോൾ ലീഡ്സും ബർമിംഗ്ഹാം എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു സ്റ്റേഷൻസ് ആണ്. നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും ഫസ്റ്റ് ടൈം നമ്മൾ പോകുമ്പോഴത്തേക്കും. ഞാൻ ഇത്രയും നാൾ അബിയുടെ പുറകെ ഇങ്ങനെ പൊക്കോണ്ടല്ലേ ഇരുന്നത്. ആൻഡ് ഇത് ഫസ്റ്റ് ടൈം ഞാൻ തന്നെ ഇങ്ങനെ പ്ലാറ്റ്ഫോംസ് എല്ലാം കണ്ടുപിടിച്ച്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ഫ്രൈഡേ. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈവനിങ് ടൈമാണ്, ഓഫീസ് ടൈമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും സെറ്റായിരുന്നു. എനിക്ക് 12th പ്ലാറ്റ്ഫോമിലാണ് പോകേണ്ടത്. കുഴപ്പമില്ലാതെ ഞാൻ ഇങ്ങോട്ട് വരുന്ന ജേർണിയിൽ സ്മൂത്ത് ആയിരുന്നത് കൊണ്ട്, സ്മൂത്ത് ഐ മീൻ ലൈക്ക് ഞാൻ പഠിച്ചത് കൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതുപോലെ നമ്മൾ ടൈമിങ്സ് ഒക്കെ നോക്കിയിട്ട് അവർ പറയും പ്ലാറ്റ്ഫോം. ആൻഡ് ദാറ്റ് ടു നമ്മളിപ്പോൾ 12 ആണെങ്കിലും 12A B C അങ്ങനെ പലതും ഉണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കണം. ആൻഡ് വിൽ ഗെറ്റ് വെരി വെരി സ്മോൾ ടൈം ഫോർ ടു ഗെറ്റ് ഇൻ ടു ദ ട്രെയിൻ ആൻഡ് ഓൾ. സോ നമ്മൾ ബർമിംഗ്ഹാമിലേക്ക് വന്നു. ബർമിംഗ്ഹാമിൽ എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് ആകെ 2 മിനിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് ഓടിച്ചാടി എങ്ങനെയൊക്കെയോ ഫൈനലി എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ മിസ് ചെയ്തോ? മിസ് ചെയ്തിട്ട് എന്നെ കാണാൻ വന്നതാ. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഒന്നും കാണത്തില്ല. ഞാൻ എന്തൊക്കെയോ അവിടെ റൂമിലിരിക്കുന്നതും എന്തൊക്കെയോ പറയുന്നതും വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ വീഡിയോ ഞാൻ ഇടുമായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇനി എൻ്റെ ചാനലിലെ വേറെ വീഡിയോസൊക്കെ പോയി കാണുക. ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ല, മേടിച്ചോണ്ട് പോവാ. ചുമ്മാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാ പൊന്നി വാ. ഓക്കെ ഗൈസ് ബൈ. നല്ല കിടിലൻ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ, പീസ്, പൊട്ടറ്റോ.